ഹലോ ഗൈസ്, നമ്മളിന്ന് PSC പള്ളിക്കൂടം ടെസ്റ്റ് ജനറൽ സയൻസിലെ 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമാണ് പറയാൻ പോകുന്നത്. 1, 2, 3 പാഠങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ പാഠമാണ് പറയാൻ പോകുന്നത്. ജീവനുള്ള വിത്തുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. PSC പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ക്ലാസ്സാണ് ഞാൻ പറയുന്നത്. പള്ളിക്കൂടം ടെസ്റ്റ് ഇപ്പം മിക്ക PSC എക്സാമിനും പള്ളിക്കൂടം ടെസ്റ്റ് എന്നാണ് ഇടുന്നത്. കാരണം ഒന്നാമത് സിലബസ് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്ക് നോക്കി നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മോഡൽ ഇമ്പോർട്ടൻസ് മാത്രം പറഞ്ഞേക്കണം. പെട്ടെന്ന് നമുക്ക് വായിക്കാനും പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാം. ജീവനുള്ള വിത്തുകൾ 4ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങൾ: ജലം, വായു, അനുയോജ്യമായ താപനില. വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകങ്ങളാണ് മണ്ണ്, സൂര്യപ്രകാശം. പയർവിത്ത് മുളച്ചു വരുന്ന വിവിധ ഘട്ടങ്ങൾ. നിങ്ങൾ ആ ഫോട്ടോ നോക്കുക. ബീജമൂലം, ബീജപത്രം, ബീജശീർഷം. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈ ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാകുരണം. വിത്തുമുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. കണ്ട, ഇത് വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വന്നിരിക്കുന്നത് ബീജമൂലമാണ്. കണ്ടില്ലേ? ഇനി അടുത്തത്, ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരുണ്ടാകുന്നു. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. അപ്പം നമ്മുടെ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. കണ്ട, ഈ ബീജശീർഷം കണ്ട ചെടിയായിട്ട് മുളിക്കുന്നത്, അതാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് തണ്ട് ഇലയായി മാറുന്നു. പൂർണ്ണ തോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ മുളച്ചുവരുന്ന സസ്യം ആഹാരമായി ഉപയോഗിക്കുന്നു. ബീജപത്രത്തിലോ അന്നത്തിലോ കരുതി വെക്കുന്ന ആഹാരമാണ് നമ്മളുടെ ഈ സസ്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രകാശ സംശ്ലേഷണില്ലേ, ഫോട്ടോസിന്തസിസ്, കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സസ്യം ഭക്ഷണം പാകം ചെയ്യുന്നത്. അപ്പോൾ ഈ വിത്ത് മുളച്ച് വരുന്ന വിത്തിന് അവർക്ക് പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബീജപത്രത്തിലോ അല്ലെങ്കിൽ ബീജാനത്തിലോ അവർ ആഹാരം കരുതി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നായിരിക്കും അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. പയർ വിത്തിലെ ബീജപത്രങ്ങളുടെ എണ്ണം 2, ചോളത്തിലെ ബീജപത്രത്തിലെ എണ്ണം 1. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്ന വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്ന ബീജാന്നത്തിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അടുത്തത്, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന ന്യൂനതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. എന്ന് വെച്ചാൽ മണ്ണിലല്ല ചെടി നടുന്നത്, അല്ലാതെ വളർത്തുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മണ്ണിന് പകരം പോഷകലായനി, വെള്ളത്തിലാണ് സസ്യങ്ങൾ വളർത്തുന്നത്. അതാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന രീതി. അടുത്തതാണ് എയറോപോണിക്സ് എന്ന് വെച്ചാൽ മണ്ണോ വെള്ളമോ ഇല്ലാതെയുള്ള കൃഷിയാണ് എയറോപോണിക്സ്. മണ്ണും ഇല്ല, അവിടെ വെള്ളവും ഇല്ല, അങ്ങനെയുള്ള കൃഷി രീതിയാണ് എയറോപോണിക്സ്. ജലബാഷ്പമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത്, മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. എന്ന് വെച്ചാൽ ഇപ്പോൾ മാതൃസസ്യം ഒരു മരം, ആ മരത്തിൻ്റെ വിത്ത് പല സ്ഥലങ്ങളിലേക്ക് എത്തുന്ന രീതിയാണ് വിത്ത് വിതരണ രീതി. 4 രീതിയുണ്ട്: കാറ്റ് വഴി, ജലം വഴി, ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിച്ച്. അപ്പോൾ കാറ്റ് വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങളാണ് അപ്പൂപ്പന്താടി, മഹാങ്കടി. ജലം വഴി വിത്ത് വിതരണം നടക്കുന്ന രീതിയാണ് തെങ്ങ്. ഇനി ജന്തുക്കൾ വഴിയാണെങ്കിൽ ആ സസ്യങ്ങളാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ഇനി പൊട്ടിത്തെറിച്ചാണെങ്കിലോ ആ സസ്യങ്ങളാണ് വെണ്ട, കാശിത്തുമ്പ, റബ്ബർ. ഓക്കെ. ഇനി വിത്ത് വിതരണം എന്തിനാണ് വിത്ത് വിതരണം എന്ന്? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ മുളയ്ക്കുകയാണെങ്കിൽ അവയെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ
ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റ് വഴി നോക്കുന്നത് നമ്മളുടെ അപ്പൂപ്പന്താടി. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ മരം ഉണ്ടല്ലോ, ഈ അപ്പൂപ്പന്താടി പറന്നു പോകണില്ല, പകരം അതിൻ്റെ വിത്ത് മൊത്തം അതിൻ്റെ ചോട്ടിൽ തന്നെയാണ് വീഴണമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴെന്താ സംഭവിക്കുക, അത് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ അടുപ്പിച്ച് ഒരുപാട് ഉണ്ടാകുമ്പോൾ അവർക്ക് വളരാൻ പറ്റില്ലല്ലോ, വേരുകൾ പ്രശ്നം വരും, പിന്നെ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടത്തില്ല, ജലം ലഭിക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം ഈ വിത്ത് വിതരണം എന്തുകൊണ്ടും നല്ലതാണ്. കാരണം വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, കാരണം അവിടെ തന്നെ ഉണ്ടായ അവയ്ക്ക് മര്യാദയ്ക്ക് വളരാൻ സാധിക്കത്തില്ല. ഇനി വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാമാണ്? കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാൽ ചീഞ്ഞു പോകില്ല. തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇനി അപ്പൂപ്പന്താടി കാറ്റിൽ പറക്കാൻ കാരണമെന്ത്? ചിലയിനം ചെടികളുടെ വിത്തുകൾക്ക് പുറമെ ആവരണം ചെയ്തിരിക്കുന്ന കനം കുറഞ്ഞ പഞ്ഞി പോലുള്ള ഘടനമാണ് അപ്പൂപ്പന്താടി. ഇത്തരം വിത്തുകൾ ഭാരം കുറവായതിനാൽ കാറ്റിൽ പറന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് വിത്ത് വിതരണം സാധ്യമാക്കുന്നു. മനസ്സിലായില്ലേ വായിച്ചപ്പം? ഇനി അടുത്തത്, ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിന് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത്? മാംസങ്ങളായ ഭാഗങ്ങൾ, സ്വാദിഷ്ടം, ആകർഷണീയമായ നിറം, മണം. എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ കിളികൾ അല്ലെങ്കിൽ വേറെ ജന്തുക്കളായിക്കോട്ടെ, അണ്ണാൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമല്ലോ. ഇത് കഴിക്കുവാനായിട്ട് കാരണം എന്തൊക്കെ കാരണങ്ങൾ വേണമെന്ന്? ഒന്ന്, മാംസകരമായ ഭാഗങ്ങൾ, എന്ന് വെച്ചാൽ ഇവർക്ക് തിന്നാനായിട്ട് മാംസം, നമ്മുടെ ഈ മാങ്ങ പോലെയല്ലേ, മാംസകരമായ ഭാഗങ്ങൾ സ്വാദിഷ്ടമായിരിക്കണം, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവണം. പിന്നെ ആകർഷണീയമായിരിക്കണം, നല്ല മണം ഉണ്ടാവണം. മണം ഉണ്ടായാലാണ് കൂടുതൽ അവർക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായമാകുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം എങ്ങനെയാണ്? ജീവികളുടെ ശരീരത്തിലാണ് ഇത്തരം ഫലകങ്ങൾ പറ്റിപ്പിടിക്കുന്നത് എങ്കിൽ അവ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാം വിത്തുകൾ എത്തപ്പെടും. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഫ്രൂട്ട് നമ്മുടെ ഈ ജീവി കഴിച്ചു, പക്ഷി കഴിച്ചു, ആ ഫ്രൂട്ടിൻ്റെ വിത്തോ എന്തെങ്കിലും സംഭവം ഈ ജീവിയുടെ മേത്തോ അല്ലെങ്കിൽ വായിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ജീവി അവിടെ നിന്ന് പറന്നു പോയിട്ട് കുറച്ച് സ്ഥലം കഴിയുമ്പോൾ ഇത് ഈ ജീവിയുടെ മേത്തുനിന്ന് വീഴുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ എന്നിട്ട് എന്ത് ചെയ്യും, ഇതുണ്ടാവും. അങ്ങനെയും വിത്ത് വിതരണം സംഭവിക്കാം. അങ്ങനെ സംബന്ധിച്ച് കടലാടി, അസ്ത്രപ്പുല്ലൊക്കെ. ഇനി ഏതു ഭാഗത്ത് നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു? ചെമ്പരത്തിയുടെ കാണ്ഡം എന്ന് വെച്ചാൽ തണ്ട്, നിശാഗന്ധി ഇലമുളച്ചി ഇല, കൃഷ്ണകിരീടം വേരാണ്. സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ വേരാണ് തായ് വേര്, ടാപ്പ് റൂട്ട്. തായ് വേരും അതിൽ നിന്നും വളരുന്ന ശാഖവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റം. ഉദാഹരണം, മാവ്, പ്ലാവ് തുടങ്ങിയവയുടെ വേരുകൾ. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേര് പടലം, ഫൈബർ റൂട്ട് സിസ്റ്റം. ഉദാഹരണം, പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകൾ, നെല്ല്, രാമച്ചം, മുള എല്ലാം അതിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെ അവ അറിയപ്പെടുന്നു. മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. ഉദാഹരണം, പേരാൽ എന്ന് വെച്ചാൽ ബനിയൻ ട്രീ. തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൻ വേരുകൾ. ഉദാഹരണം, ആറ്റുകൈത. ചില സസ്യങ്ങൾക്ക് മറ്റു ചെടികളിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന പ്രത്യേക തരം വേരുകളുണ്ട്, അതാണ് പറ്റുവേരുകൾ. ഉദാഹരണം, ഓർക്കിഡാണ്. വാതക വിനിമയത്തിന് സഹായിക്കുന്നതിനായി വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതിനെയാണ് ശ്വസന വേരുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം, കണ്ടൽ ചെടികൾ കാണുന്ന പ്രത്യേക തരം വേരുകൾ. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ, സ്റ്റോറേജ് റൂട്ട്. ഉദാഹരണം, മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, റാഡിഷ്. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിപ്പിക്കുന്നത് കൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതാണ് വംശനാശം. വംശനാശം വന്ന ജീവികളാണ് സോഡോ പക്ഷി, മരതകപ്രാവ്, സുവർണ തവള, ഗ്രേറ്റ് ഓക്ക്. മുള്ളിലം തുമ്പ തുടങ്ങിയവ കേരളത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങളാണ്.
ഇനി അടുത്തത് ജാലിക സിര വിന്യാസം. ഇലയിലേക്ക് ജലം എത്തിക്കുകയും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇലയിലെ ഭാഗമാണ് സിര. ഇലയുടെ മധ്യഭാഗത്ത് ഇലങ്ങെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണികകൾ പോലെ കിടക്കുകയാണ് ജാലിക സിര വിന്യാസം. ഉദാഹരണം പ്ലാവ്, മാവ്. അടുത്തത് സമാന്തര സിര വിന്യാസം, പാരലൽ വെനേഷൻ. ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ നെറ്റിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നതാണ് സമാന്തര സിര വിന്യാസം. ഉദാഹരണം മുള, നെല്ല്. ഇനി ഏകബീജപത്ര സസ്യങ്ങൾ. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏകബീജപത്ര സസ്യങ്ങൾ. ഉദാഹരണം നെല്ല്, മുള, തെങ്ങ്. ഏകബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകൾ: നാരുവേരു പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിര വിന്യാസമുള്ള ഇലകൾ. ഇനി ദ്വിബീജപത്ര സസ്യങ്ങൾ. 2 ബീജം മാത്രമുള്ള സസ്യങ്ങളാണ് ദ്വിബീജപത്ര സസ്യങ്ങൾ. ഉദാഹരണം മാവ്, പ്ലാവ്, പുളി. ദ്വിബീജപത്ര സസ്യത്തിന്റെ സവിശേഷതകൾ: തായ്വേര് പടലം, ശിഖരങ്ങളുള്ള തണ്ട്, ജാലിക സിര വിന്യാസമുള്ള ഇലകൾ. നിങ്ങൾക്ക് ഈ ബീജപത്രം എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ബീജപത്രം എന്ന് വെച്ചാൽ ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. അപ്പം അതാണ് ഇതിൽ പറഞ്ഞേക്കണത്. ഏകബീജം, ദ്വിബീജം. നമ്മുടെ ഈ നെല്ല്, മുള, തെങ്ങ് ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഏകബീജമുള്ളൂ. പകരം ഈ മാവ്, പ്ലാവ്, പുളിന് ചവിട്ടിക്ക് ദ്വിബീജമുണ്ട്. അപ്പോൾ അതിൻ്റെ സവിശേഷങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഈ ഏകബീജമുള്ള സസ്യങ്ങൾക്ക് അവർക്ക് നാരുവേര് പടലമാണ്. പിന്നെ ശിഖരങ്ങളില്ലാത്ത തണ്ടല്ല, ശിഖരങ്ങളില്ലാത്ത തണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ നെല്ല്, മുള, തെങ്ങൊക്കെ കണ്ടില്ല, അവർക്ക് ശിഖരങ്ങളൊന്നും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ല അങ്ങോട്ട് പോയേക്കണേ. പിന്നെ സമാന്തര സിര വിന്യാസമുള്ള ഇലകളാണ്. ഇലകളും ശ്രദ്ധിച്ചാൽ മതി. സമാന്തര വിന്യാസമുള്ള ഇലകളാണ്. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആ നെല്ലോ, മുളയോ, തെങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മൈൻഡിൽ കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചത്. ദ്വിബീജം എന്ന് പറയുന്നത് മാവ്, പ്ലാവ്, പുളി. നമ്മളിപ്പോൾ മാവ് എന്ന് ചിന്തിക്കും. മാവ് എന്ന് പറയുമ്പം തായ്വേര് പടലാണ്. നാവിൻ്റെ വേര് കണ്ടിട്ടില്ലേ? തായ്വേര് എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുള്ളൊരു തരം വേരാണ്. ശിഖരങ്ങളുള്ള തണ്ടാണ്. മാവിൻ്റെ കണ്ടിട്ടില്ലേ? ശിഖരങ്ങളുണ്ട്. മാവിനായാലും പ്ലാവിനായാലും ശിഖരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ജാലിക സിര വിന്യാസമുള്ള ഇലകളാണ്. ഇലകൾക്ക് ജാലിക സിര വിന്യാസമുണ്ട്. അപ്പം ഇത്രയ്ക്കാണ് നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ ഉള്ളത്. ഇന്ന് വൈകുന്നേരം തന്നെ 5ാമത്തെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാനാണ്. 5ാമത്തെ ചാപ്റ്റർ പെട്ടെന്ന് കഴിച്ച് നമുക്ക് 7ാമത്തെയും 9ാമത്തെ ചാപ്റ്റർ നോക്കാം. അത് ഇത്തിരിയും കൂടി പഠിക്കാനുണ്ട്, ഇത്തിരിയും കൂടി ഡീറ്റെയിലായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ 5ാം ക്ലാസ് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയിലേക്ക് കിടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്കോ ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ ഡൗട്ടോ അല്ലെങ്കിൽ ഇതിന് ഡീറ്റെയിലായിട്ട് എന്തെങ്കിലും മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.